കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തിന്റെയും കോട്ടയായ റായ്ബറേലി പിടിക്കാൻ നൂർബു ശർമ്മയെ രംഗത്തിറക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ശാരീരിക അവശതകളെ തുടർന്ന് ഇത്തവണ റായ്ബറേലിയിൽ നിന്നും മത്സരിക്കാനില്ലെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വിജയസാധ്യതകളെ കുറിച്ച് സംശയം നിലനിൽക്കുന്നതിനാൽ ഇതുവരെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ചാനൽ ചർച്ചകളിൽ ഹിന്ദു സമുദായത്തെ അധിക്ഷേപിച്ച വ്യക്തികൾക്കെതിരെ പ്രതികരിച്ചതിന് ജനശ്രദ്ധ ആകർഷിച്ച വ്യക്തിയാണ് നൂർബു ശർമ്മ. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു മതത്തെയും പരമശിവനെയും അധിക്ഷേപിച്ച് മറ്റൊരു വ്യക്തിയെ സംസാരിച്ചതിന് മറുപടിയായി അവരുടെ തന്നെ മതഗ്രന്ഥത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചതിന് വലിയ ആൾക്കൂട്ട വിചാരണ ഇടത് ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ അനവധി വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂർബു ശർമ്മയെ അഭിനന്ദിച്ചുകൊണ്ട് പരാമർശങ്ങൾ എത്തുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ് നൂർബു ശർമ്മ. ചാനൽ ചർച്ചയിലും ബി.ജെ.പി. വേദികളിലും സജീവ സാന്നിധ്യമായിരുന്ന നൂർബു അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത് മഹാദേവനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നൂർബു ശർമ്മ അവരുടെ മതഗ്രന്ഥത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞതോടെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയായിരുന്ന നൂർബു ശർമ്മ 2008-ലാണ് രാഷ്ട്രീയ രംഗത്തെത്തുന്നത്. ABVP യൂണിയൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട നൂർബു പിന്നീട് ലണ്ടനിൽ ഇന്റർനാഷണൽ ബിസിനസ് ലോയിൽ ബിരുദാനന്തര ബിരുദവും നേടാനായി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നു. 2011-ൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ നൂർബു വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു. 2013-ൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി.ജെ.പി. മീഡിയ കമ്മിറ്റിയിൽ അംഗമായിരുന്നു നൂർബു ശർമ്മ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് നൂർബു കെജ്രിവാളിനെതിരായ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹത്തിനെതിരെ വിജയിക്കാനായില്ലെങ്കിലും നൂർബു ശർമ്മ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. വിവാദ പരാമർശങ്ങൾക്ക് ശേഷവും ബി.ജെ.പിയും RSSും ഒരിക്കൽ പോലും നൂർബു ശർമ്മയെ കൈയൊഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പൂർണ്ണ പിന്തുണയും നൽകുകയും ചെയ്തു. റായ്ബറേലിയിൽ നിന്നും ഇത്തവണ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ ഒരുപക്ഷെ വലിയ സ്ഥാനമാനങ്ങളാകും നൂർബുവിനെ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.